ടെഹ്റാനിൽ നടത്തിയ വൻ ആക്രമണത്തിൽ ഇറാനിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ വധിച്ചു എന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. 1 മിനിറ്റും 8 സെക്കൻഡും ദൈർഘ്യമുള്ള ഒരു വീഡിയോ ദൃശ്യവും ഇതിനോടൊപ്പം ട്രംപ് പങ്കുവച്ചിരുന്നു. ഇറാനെ വളരെ മോശമായും അവിവേകത്തോടെയും നയിച്ച നിരവധി സൈനിക നേതാക്കൾ ടെഹ്റാനിൽ നടന്ന വൻ ആക്രമണത്തോടെ അവസാനിക്കപ്പെട്ടു. ട്രൂത്ത് സോഷ്യൽ വീഡിയോ പങ്കുവച്ചുകൊണ്ട് ട്രംപ് കുറിച്ചത് ഇങ്ങനെയായിരുന്നു. പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് ട്രംപ് ഇറാന് മുന്നിൽ വെച്ച അന്ത്യശാസനം വലിയ ചർച്ചയായിരുന്നു. 48 മണിക്കൂറിനുള്ളിൽ അമേരിക്കയുമായി കരാറിലെത്തിയില്ലെങ്കിൽ ഇറാനുമേൽ നരകം പെയ്തിറങ്ങും എന്നായിരുന്നു ആ ഡയലോഗ്. വെറുതെ ഒരു ഭീഷണി മാത്രമല്ല ഇത്. ഹോർമോസ് തുറമുഖം തുറക്കാൻ ഇറാന് നൽകിയ സമയപരിധി അവസാനിക്കാനിരിക്കെയാണ് ഈ മുന്നറിയിപ്പ് എന്നതും ശ്രദ്ധേയം. മുൻപും ട്രംപിന്റെ കലിപ്പ് നമ്മൾ കണ്ടതാണ്. ബോംബിട്ട് ഇറാനെ ശിലായുഗത്തിലേക്ക് പറഞ്ഞയക്കുമെന്നും അദ്ദേഹം പ്രസ്താവിച്ചിരുന്നു. അതിനിടെ അമേരിക്കൻ വിമാനം വെടിവെച്ചിട്ടതിനെ തുടർന്ന് താഴേക്ക് ചാടിയ പൈലറ്റിനായുള്ള തെരച്ചിൽ ഇറാനും അമേരിക്കയും തുടരുന്നതിനിടയിലാണ് ട്രംപിന്റെ ഈ അറ്റാക്ക്. ഇറാനിലെ ഭരണകൂടത്തെ മാറ്റുമെന്ന് പറഞ്ഞ് യുദ്ധം തുടങ്ങിയവർ ഇപ്പോൾ ഹേയ്, നിങ്ങൾ ഞങ്ങളുടെ പൈലറ്റിനെ കണ്ടോ എന്ന നിലയിലേക്ക് പുരോഗമിച്ചിട്ടുണ്ട് എന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഖാലിബാഫ് പരിഹസിച്ചു. ഒരു പക്ക പോരാളി സ്റ്റൈലിൽ ഇറാൻ തിരിച്ചടിച്ചപ്പോൾ ട്രംപ് പറഞ്ഞ യുദ്ധം ജയിക്കാറായെന്നുള്ള വീമ്പുകൾക്ക് ചെറിയ മങ്ങലേറ്റോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും വിമാനം വെടിവെച്ചിട്ടത് നയതന്ത്ര ചർച്ചകളെ ബാധിക്കില്ലെന്നും അദ്ദേഹം തറപ്പിച്ച് പറയുന്നുണ്ട്. ഈ ഹൈ വോൾട്ടേജ് സാഹചര്യങ്ങൾക്കിടയിൽ റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഇറാനിലെ പ്രധാന ആണവ നിലയമായ ബുഷെഹറും ആക്രമിക്കപ്പെട്ടു എന്നത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നു.